ഉമ്മ പോയതിൽ പിന്നെ എങ്ങനെയാണുമ്മ? അടുക്കളയ്ക്ക് പുറത്തുള്ള ഈ ചെറിയ മുറിയിലാണുമ്മ ഞാൻ കിടക്കുന്നത്. വല്ലാത്തൊരു ഇരുട്ടാണ്. കൂടാതെ മഴയും ഇടിയൊക്കെ വന്ന് പേടിപ്പെടുന്ന രാത്രികൾ. എനിക്ക് ഉറക്കം വരാറേയില്ലമ്മ. മഴയൊക്കെ വല്ലാതെ പെയ്യുമ്പോൾ ഞാൻ പുതപ്പ് തലവഴി മൂടി കണ്ണടച്ച് കിടക്കും. ഇരുട്ടത്ത് കിടക്കുമ്പോൾ മോൻക്കുമ്മാൻ ഓർമ്മ വരും. ഉമ്മയും ഉപ്പയും നമ്മുടെ ആ ചെറിയ വീടും എന്തൊരു രസമായിരുന്നില്ലമ്മ. ഉമ്മ സ്കൂള് തുറക്കാറായി. ഉമ്മാൻ്റെ മോന് പഴയ കുപ്പായവും ബാഗും ചെരുപ്പും കുടയൊക്കെ ഉണ്ട്. എൻ്റെ ബാഗ് സൈഡ് ചെറുതായിട്ട് കീറി. ഞാനത് തുന്നാൻ നോക്കി. എൻ്റെ ചെറിയ കൈ കൊണ്ട് അത് പറ്റണില്ല ഉമ്മ. പുതിയ ബാഗ് വേണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഉപ്പാനോട് പറയാൻ പേടിയാണുമ്മ. ചെറിയമ്മ അറിഞ്ഞാൽ വഴക്കറയും. ഉമ്മ, നമ്മളുപ്പ വല്ലാണ്ട് മാറിപ്പോയി. മോനോടിപ്പോ മിണ്ടാറൊന്നുമില്ലമ്മ. ചിരിക്കാറുമില്ല, അടുത്ത് വന്ന് ഇരിക്കാറുമില്ല. ഉപ്പാൻ്റെ ആ പഴയ കെട്ടിപ്പിടുത്തമൊന്നും ഇപ്പം എനിക്ക് കിട്ടാറില്ലമ്മ. സ്നേഹത്തോടെയുള്ള വിളി കേൾക്കാൻ കൊതിയാവുന്നുണ്ടുമ്മ എനിക്ക്. ഉമ്മച്ചി വെള്ള ഡ്രസ്സ് ഇട്ട് യാത്ര പോലും പറയാതെ ഒരിച്ചിറങ്ങിപ്പോയില്ലേ? അന്ന് മാത്രം ഉമ്മ എന്നെ കൂട്ടാതെ പോയി. അതുകൊണ്ടല്ലേ ഞാൻ ഒറ്റയ്ക്കായി പോയത്. ചെറിയുമ്മ എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, കരയിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചെറുമ്മയോട് എനിക്ക് പിണക്കമൊന്നുമില്ല. ചിലപ്പോഴൊക്കെ ആ കൈ പിടിച്ച് നടക്കാനും ആ മടിയിൽ കിടക്കാനും അറിയാതെ ഈ മോൻ വല്ലാതെ കൊതിക്കാറുണ്ടുമ്മ. ഒരുപാടൊന്നും അവരെന്നെ സ്നേഹിക്കണ്ടുമ്മ. രാവിലെ എണീക്കാൻ ഒന്ന് വിളിച്ചുണർത്തിയാൽ മതി. ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് നെറ്റിയിലൊരു ചെറിയ ഉമ്മ തന്നാൽ മതി. ഇത്രയും മതി ഉമ്മ. ഇതിനപ്പുറം ഒന്നും എനിക്ക് വേണ്ട ഉമ്മ. ഉമ്മച്ചി, രാത്രി ആവാറാവുന്നു. നല്ല മഴ വരുന്നുണ്ട്. ഉപ്പച്ചിയും ചെറിയമ്മയും ഇതുവരെ വന്നിട്ടില്ല. ഒത്തിരി നേരമായി അവർ വരുന്നത് നോക്കിയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് വിശക്കുണ്ടമ്മ. ഉമ്മച്ചിയെ കാണാൻ